ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അക്കൗണ്ടിംഗ് സൈക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. എല്ലാവരും പഠിച്ചു കാണുമല്ലോ. നമ്മൾ ഒരു അക്കൗണ്ടിംഗ് സൈക്കിൾ, അതായത് സോഴ്സ് ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്സ്, ആ ഒരു അക്കൗണ്ടിംഗ് സൈക്കിളിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സോഴ്സ് ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കൃത്യമായിട്ട് ഓർക്കുക. ദെൻ അതിനുശേഷം ട്രയൽ ബാലൻസിന് ശേഷം നമ്മുടെ അക്കൗണ്ടിംഗ് സൈക്കിളിൽ അടുത്ത സ്റ്റെപ്പാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്നുള്ളൊരു ഭാഗം. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് തന്നെ നമുക്ക് കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ പകുതിയായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് പാർട്ട് 1 ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. നമുക്കറിയാം ഫൈനൽ അക്കൗണ്ട് അതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ, അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടിലൂടെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് നോക്കാം. ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതെന്താണ്? ഇത് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സ്റ്റേറ്റ്മെന്റുകളാണ് പ്രിപ്പയർഡ് ബൈ ദി ബിസിനസ് കൺസേൺ. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ബിസിനസ് കൺസേൺസ് ആണ്. അതുപോലെ തന്നെ അത് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അത് തയ്യാറാക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്. To find out the profit or loss from the business for the accounting year and to ascertain the financial position of the business at the closing date. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളപ്പോൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത്? ആദ്യം നമുക്കറിയണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അത് കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ്. നമ്മുടെ ബിസിനസ് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ തയ്യാറാക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്? 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെയാണ്? ആദ്യത്തത് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ആ ഒരു ബിസിനസ്സിന് ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഉണ്ടായ ലാഭമോ നഷ്ടമോ അത് കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് ആകാം, ചിലപ്പോൾ ലോസ് ആകാം. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. ഏതാണ്? ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ആ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം? ആദ്യം തന്നെ നമ്മുടെ ബിസിനസിന്റെ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതേ പീരീഡിൽ തന്നെ എന്ത് കണ്ടുപിടിക്കുക? ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആ 2 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് എന്ന്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എൻഡിലാണ്, നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലാണ് എന്ത് തയ്യാറാക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രയൽ ബാലൻസിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ട്രയൽ ബാലൻസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലാണ് നമ്മൾ പഠിച്ചായിരുന്നോ? ഇല്ല. ട്രയൽ ബാലൻസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടാവണം എന്നേ ഉള്ളൂ. അല്ലാണ്ട് വേണമെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഒരു വർഷത്തിലോ ഒക്കെ തയ്യാറാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെയാണോ? അത് എപ്പോഴേ നമുക്ക് തയ്യാറാക്കാൻ പറ്റൂ? ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിലാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ബിസിനസ് കൺസേൺസ് ആണ് അത് തയ്യാറാക്കേണ്ടത്. എപ്പോഴാണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ആണ്. അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാ? ടു ഫൈൻഡ് ഔട്ട് the profit or loss of the business and to ascertain the position, financial position of the business on a closing date അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഇയർ. നമ്മൾ എൻഡിലാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനും ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ബിസിനസ് കൺസേൺസ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്.
കൃത്യമല്ലേ? നമ്മൾ ആ അണ്ടർലൈൻ ചെയ്തേക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ആണ്, അതുപോലെ തന്നെ ബിസിനസ് കൺസേൺസ് ആണ് തയ്യാറാക്കേണ്ടത്. അറ്റ് ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആണ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്സും അതുപോലെ തന്നെ എന്താണ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഇത്രയാണ് നമ്മൾ എന്തിനെ പറ്റിയിട്ട് ഒരു ഇൻട്രോ പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ഓൾസോ കോൾഡ് ഫൈനൽ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്തെന്നും പറയുന്നുണ്ട്? ഫൈനൽ അക്കൗണ്ട്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് എന്താണെന്ന് ചോദിച്ചാലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാലോ നമ്മൾ എന്ത് തന്നെയാണ് പറയേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ തയ്യാറാക്കി വരയ്ക്കുന്ന ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. മറന്നു പോകരുത്, ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മറന്നു പോകരുത്, ഇത് എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് വരുന്നത്. ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട് എടുത്താൽ അവിടെ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. മറന്നു പോകരുത്. ഇനി നമുക്ക് അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. മറന്നു പോകരുത്, ഇൻകം സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തതാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയായിരുന്നു? നമ്മുടെ ബിസിനസിന്റെ ആ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ എൻഡില് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മനസ്സിലാക്കുക എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നും രണ്ട് ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റീവും കണ്ടുപിടിക്കുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലൂടെയാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് വഴി നമുക്ക് ബിസിനസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റിലൂടെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റിലൂടെയാണ്. ഇനി പൊസിഷൻ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് ഒബ്ജക്റ്റീവ് ആയിരുന്നു നമുക്കുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ആ രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ പേരെന്തൊക്കെയാണ്? ആദ്യത്തത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എത്ര തരത്തിലുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണങ്ങൾ ചേർന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൂടിച്ചേർന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അവ ഏതൊക്കെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ടു അസർട്ടൈൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ്? ടു ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ റവന്യൂ അക്കൗണ്ട്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. മറന്നു പോകരുത്, ഇൻകം സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ റവന്യൂ അക്കൗണ്ട്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ആ ഒരു ബിസിനസിന്റെ ഇയർ എൻഡിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്? നമ്മുടെ റവന്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. നോക്കാം, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദി എൻഡ് ഓഫ് എ ഗിവൺ പീരീഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായ ലാഭമോ നഷ്ടമോ, ലാഭമാവാം നഷ്ടമാവാം, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഇനി ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ആദ്യമായി മാനുഫാക്ചറിങ് അക്കൗണ്ട് കാണും, പിന്നീട് ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകാർക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല.
പ്രൊഡക്ഷൻ ബിസിനസ് ആണ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബിസിനസ് ആണ് നടത്തുന്നത് എങ്കിൽ അവിടെ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത ബിസിനസ്സുകളെല്ലാം ഏത് 2 അക്കൗണ്ടുകൾ വരച്ചാൽ മതി? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരച്ചാൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ വേണ്ടി മതി. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് വരയ്ക്കേണ്ട അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? മാനുഫാക്ചറിങ് ബിസിനസ് നടത്തുന്നത്. അതായത് അവിടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നു, റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്ന ഒരു ബിസിനസ് ആണ് എങ്കിൽ അവരെന്ത് വരയ്ക്കേണ്ടതായിട്ടുണ്ട്? മാനുഫാക്ചറിങ് അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള ബിസിനസ്സുകാർക്കെല്ലാം ഏതൊക്കെ വരച്ചാൽ മതി? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരച്ചാൽ മതി. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താ ആലോചിക്കുക? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഈ 3 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ 3 അക്കൗണ്ടുകളാണുള്ളത്. മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഈ 3 അക്കൗണ്ടുകളാണുള്ളത്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. Position statement is prepared on a given date in order to find out the financial position of business. എന്താണ് പറഞ്ഞത്? നമ്മുടെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഗിവൺ ഡേറ്റിലാണ്, ക്ലോസിംഗ് അല്ലെങ്കിൽ എൻഡ് പീരീഡിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിൽ ഉള്ള ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, പൊസിഷൻ കണ്ടുപിടിക്കാനാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഇനി ഇതിൽ എന്താണുള്ളത്? റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് ബാലൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ബാലൻസ് ഷീറ്റ്. അതായത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. മറന്നു പോകരുത്, പൊസിഷൻ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ട് ബാലൻസുകളും ആയിരിക്കും എവിടെ ഉണ്ടാവുക? ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. നമുക്കറിയാം റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്യാഷും അതർ അസറ്റ്സും ആണ് റിയൽ അക്കൗണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡിൽ അസറ്റ്സുകളായിരിക്കും ഉണ്ടാവുക. ദെൻ പേഴ്സണൽ അക്കൗണ്ടും വരാം. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള പേഴ്സണൽ അക്കൗണ്ട്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്. നമ്മൾ കുറേ പേഴ്സണൽ അക്കൗണ്ട് പഠിച്ചിട്ടില്ലേ? പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെയാണ് എവിടെ വരുന്നത്? ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ആ ഒരു ബിസിനസിന്റെ ആ ഒരു ക്ലോസിംഗ് ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കേണ്ട സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താണ്? ബാലൻസ് ഷീറ്റ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയായിരുന്നു? മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ പൊസിഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് അല്ല, അത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ. ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്? റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സിന്റെ ബാലൻസുകളാണ്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ എല്ലാ അക്കൗണ്ടുകളും വരച്ചു വെക്കില്ലേ? റിയലും പേഴ്സണലും എല്ലാം നമ്മൾ വരയ്ക്കും. അതിനുശേഷം അതിന്റെ ബാലൻസുകൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ അവിടെ ബാലൻസ് ഷീറ്റിൽ ഏതൊക്കെ മാത്രമേ വരൂ? റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് വരുന്നത്. ദെൻ നമുക്ക് അത് നമ്മൾ എഴുതിയിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് ആണ് എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഈ ഓരോ അക്കൗണ്ടുകളും, അതായത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിലും പൊസിഷൻ സ്റ്റേറ്റ്മെന്റിലുമായിട്ട് 4 ഐറ്റംസിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ 3 അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ എന്തായിരുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ടു അസർട്ടൈൻ അല്ലെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസിന്റെ ലാഭമോ നഷ്ടമോ മനസ്സിലാക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ആ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഐറ്റമാണ് എന്ത്? മാനുഫാക്ചറിങ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഏത് ബിസിനസ്സുകളാണ് തയ്യാറാക്കേണ്ടത്? പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണ് നടത്തുന്നത് എങ്കിൽ അവർ തയ്യാറാക്കേണ്ട അക്കൗണ്ട് ആണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഷോസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എന്താണ്? ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിന് ചെലവായ
ഫുൾ കോസ്റ്റിനെയാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ കുറേ റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം. അതുപോലെ തന്നെ ആ റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് പേരുകൾ വർക്ക് ചെയ്യണം അല്ലെ, ഒരുപാട് ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. ലേബർ കോസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂടി ചേർത്തിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന കോസ്റ്റുകളുടെ പ്രത്യേകത എന്തായിരിക്കും? റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന കോസ്റ്റുകളാണ് ഇവയെല്ലാം തന്നെ. എന്തൊക്കെയാണ്? റോ മെറ്റീരിയലിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പെൻസുകളാണോ ഉള്ളത് ആ എക്സ്പെൻസുകളെയാണ് നമ്മൾ എവിടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഓക്കെ, ദിസ് അക്കൗണ്ട് ഡെബിറ്റഡ് വിത്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അതായത് ഈ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിനുണ്ടായ കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞത്. ദെൻ അടുത്തത് മാനുഫാക്ചറിങ് വേജസ്. അതായത് ഈ റോ മെറ്റീരിയൽ വാങ്ങിച്ച് വെറുതെ ബിസിനസ് വെച്ചേക്കുവാണോ? അല്ല, അതെന്ത് ചെയ്യണം? അതിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരുണ്ട്? ലേബേഴ്സ് ഉണ്ട്. ലേബേഴ്സ് വെറുതെ വന്ന് പണിയെടുക്കുവോ? ഇല്ല, അവർക്ക് നമ്മൾ കൂലി കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനുഫാക്ചറിങ് വേജസ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വേജസ്, അത് ചെയ്യുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന കൂലിയാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് വേജസ്. പിന്നീട് നമ്മൾ പറയുന്നു ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മാനുഫാക്ചർ. എന്താണ്? ഈ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഈ ആൾക്കാർക്ക് ഉള്ള കൂലി മാത്രം കൊടുത്താൽ മതിയോ? ചിലപ്പോൾ അവിടെ ഫാക്ടറി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ റെന്റ് കൊടുക്കണം. അപ്പോൾ അതുപോലെയുള്ള എക്സ്പെൻസുകൾ വേറെ വരുന്ന മാനുഫാക്ചറിങ് ആയിട്ട് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ എവിടെ ഡെബിറ്റ് ചെയ്യണം? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട 3 ഐറ്റംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് വേജസ്, അതുപോലെ തന്നെ പിന്നെ ഐറ്റം എന്തായിരുന്നു? എക്സ്പെൻസസ്. അതെന്താണ്? മാനുഫാക്ചറിങ്ങുമായിട്ട് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എക്സ്പെൻസുകൾ. ഈ 3 ഐറ്റംസ് ആണ് എവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം പഠിച്ച മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ദിസ് അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് വിത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് വിത്ത്. അതായത് ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? 3 ഐറ്റംസ് ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ എന്താണുള്ളത്? സെയിൽ വാല്യൂ ഓഫ് സ്ക്രാപ്പ് ഓർ ബൈ പ്രോഡക്റ്റ്. അതായത് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതല്ല പറഞ്ഞത്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റിന്റെ സെയിലോ നടക്കാറുണ്ട്. ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു ബൈ പ്രോഡക്റ്റ് കിട്ടത്തില്ലേ? ഇപ്പോൾ എണ്ണ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് വിചാരിക്കുക. എണ്ണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് എണ്ണ കാണും, പക്ഷെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് കാണും? ചിലപ്പം തേങ്ങ പിണ്ണാക്ക് കാണില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ബൈ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സ്ക്രാപ്പോ വിറ്റ് കിട്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റവന്യൂ കിട്ടുകയാണെങ്കിൽ ആ സെയിൽസ് ആണ് നമ്മൾ എവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? എന്തായിരുന്നു? നമ്മുടെ മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് വേജസ്, പിന്നെ മാനുഫാക്ചറിങ് ആയിട്ട് ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ നിൽക്കുന്ന എക്സ്പെൻസുകൾ. ഇത്രയായിരുന്നു ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ സെയിൽ ഓഫ് എന്താണ്? ബൈ പ്രോഡക്റ്റിന്റെ ആവാം അല്ലെങ്കിൽ സ്ക്രാപ്പ് ആവാം കേട്ടോ. സ്ക്രാപ്പോ ബൈ പ്രോഡക്റ്റോ വിറ്റ് നമുക്ക് കുറച്ച് റവന്യൂ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് നടക്കുകയാണെങ്കിൽ ആ സെയിൽസിനെ നമുക്ക് എവിടെ ക്രെഡിറ്റ് ചെയ്യാം? നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ റിലേറ്റ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റവും ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റവും പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ഓർത്തേക്കാം. ദെൻ അതിനുശേഷം ദ ബാലൻസ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫേർഡ് ടു ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കും? ബാലൻസ് കണ്ടുപിടിക്കും. ഏത് അക്കൗണ്ട് ആയാലും ഡെബിറ്റും ക്രെഡിറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിച്ചു? ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചതല്ലേ? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടി നോക്കുന്നു, വലിയ എമൗണ്ട് 2 സൈഡിൻ്റെയും ടോട്ടലായിട്ട് എഴുതുന്നു. എവിടെയാണോ കുറവുള്ളത്, എത്രയാണോ കുറവുള്ളത് അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ ആയിരുന്നു നമ്മൾ ബാലൻസിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ബാലൻസ് എന്തെന്നാണ് എഴുതേണ്ടത്? നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ എന്നല്ല. മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ബാലൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ്? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്കായ കോസ്റ്റ് ആണത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ദെൻ അത് ഇനി എന്ത് ചെയ്യണം? ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, മാനുഫാക്ചറിങ് അക്കൗണ്ട് ബാലൻസ് ആയിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കും. നമ്മൾ 3 അക്കൗണ്ടുകളല്ലേ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ പഠിച്ചത്? മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയാൽ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എവിടേക്ക് കൊണ്ടുവരും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരുന്നത്. മറന്നു പോകരുത്, പരീക്ഷയ്ക്ക് വരുന്നതാണ്. എന്താണ്? മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. ക്ലിയർ? ദെൻ എന്തൊക്കെയാണ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്ന് നോക്കാം. നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം പറഞ്ഞില്ലേ, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അതിൽ എന്തൊക്കെ ഐറ്റം ആണ് വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അതുപോലെ തന്നെ അതായത് കഴിഞ്ഞ വർഷം എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് അത് എടുക്കാം ഇല്ലേ? റോ മെറ്റീരിയൽസ് വാങ്ങിച്ചത് ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ അത് ഈ വർഷം നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ എടുത്തൂടെ? അല്ലെങ്കിൽ അതങ്ങ് കളയുവാണോ? ഓരോ വർഷം അവസാനം ഇരിക്കുന്നത് എടുത്ത് കളയുവാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, അത് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുത്ത് അതും നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ബാക്കിയിരുന്ന ഒരു സാധനം ഈ വർഷം യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. ദെൻ അത് കൂടാണ്ട് അത്രയും സാധനം കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ വർഷം വീണ്ടും എന്ത് ചെയ്യും? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന്റെ കൂടെ പുതുതായിട്ട് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ലെസ് ചെയ്യണം? നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ലെസ് ചെയ്യുക. അതായത് ഈ വർഷം നമ്മൾ വാങ്ങിച്ച പർച്ചേസിനകത്ത് ഫുള്ള് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല എന്ന് വിചാരിക്കുക. അത് നമ്മൾ വീണ്ടും അടുത്ത വർഷത്തേക്ക് മാറ്റും, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും. ഈ വർഷം അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് കഴിഞ്ഞ വർഷം, അതായത് നമ്മൾ 2024 അക്കൗണ്ടാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. 2023 അവസാനം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആയിട്ടൊരു 10,000 രൂപയുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഓക്കെ, ഈ വർഷം നമ്മൾ ഒരു 50,000 രൂപയുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ 50,000 രൂപയുടെ സാധനങ്ങൾ കൂടെ വാങ്ങിച്ചു. അപ്പം നമ്മൾ ഈ വർഷത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമഡിനകത്ത് ഏതൊക്കെ ആഡ് ചെയ്യണം? ഈ ആദ്യം നമ്മൾ ഉപയോഗിച്ച 10,000 രൂപയുടെ സ്റ്റോക്കും ആഡ് ചെയ്യുക, പുതുതായിട്ട് നമ്മൾ വാങ്ങിച്ച 50,000 രൂപയുടെ സ്റ്റോക്കും ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 60,000 കിട്ടി. പക്ഷേ നമുക്ക് എന്താണ് ഈ വർഷം ഈ വാങ്ങിച്ചതിനകത്ത് നിന്ന് ഒരു 20,000 രൂപയുടെ സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് അടുത്ത വർഷം എടുത്തുകൂടെ? ആ വർഷത്തിന്റെ എൻഡിൽ ഉപയോഗിച്ചില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം നമുക്കത് എടുക്കാം. അപ്പോൾ ഈ 60,000ത്തിന്റെയും ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഏത് നമ്മൾ മൈനസ് ചെയ്യണം? ഈ 20,000 നമ്മൾ മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് 40,000 രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ റോ മെറ്റീരിയൽ യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 40,000 ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ? ഓപ്പണിംഗ് സ്റ്റോക്കിലെയും ഈ ഒരു പർട്ടിക്കുലർ ഇയറിലെ പർച്ചേസും ആഡ് ചെയ്യുക. ദെൻ ആ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറ്റിയിരിക്കുന്നത് ലെസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്ന ഐറ്റം കിട്ടും. ദെൻ പ്രൈം കോസ്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയായിരുന്നു ഡെബിറ്റ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ, അതായത് മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മൾ പഠിച്ചല്ലേ. അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസ് നമ്മൾ പറഞ്ഞതാണ്, ലേബേഴ്സിന് എന്ത് കൊടുക്കണം? വേജസ് കൊടുക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ 3 ഐറ്റങ്ങളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്രൈം കോസ്റ്റ്. മറന്നു പോകരുത്, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽസ് പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് നമ്മുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിച്ചത്, അതുപോലെ തന്നെ വേജസ് കൊടുത്തത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസ്, ഈ 3 ഐറ്റങ്ങളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ക്ലിയർ? ഒന്നുകൂടെ പറഞ്ഞുതരാം. മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത ആ 3 ഐറ്റംസ് ഇല്ലേ? എന്തൊക്കെയാണ്? മെറ്റീരിയൽ, വേജസ്, അതുപോലെ തന്നെ എക്സ്പെൻസ്. ഇവയെല്ലാം ഡയറക്റ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ആ ഡയറക്റ്റ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഐറ്റംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. എന്താണ്? ഒന്നുകൂടെ പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ്
പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. അതിനു മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു? ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതായത് അതിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ കാണും. പക്ഷെ വേജസിനും എക്സ്പെൻസിനും അങ്ങനെ വരത്തില്ല. മെറ്റീരിയൽസ് ആണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കുന്നതൊക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇരുന്നത് ഉപയോഗിക്കുന്നു, ഈ വർഷം വാങ്ങിച്ചത് ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് മാറ്റുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് എന്താണ്? പുതുതായിട്ട് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കളയുക, ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും നമ്മൾ ആഡ് ചെയ്യുക. ഇതാണ് നമുക്ക് എന്ത് കിട്ടാൻ? ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടാനുള്ള വഴി. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കാം. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ് കേട്ടോ. നോമിനൽ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇവിടെ വന്നിരിക്കുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? നമ്മൾ പ്രൈം കോസ്റ്റ് ആയിട്ട് പറഞ്ഞ എക്സ്പെൻസുകളാണ്. എന്തൊക്കെയാ? ഡയറക്റ്റ് മെറ്റീരിയൽ. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ട എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അത് നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റം തന്നെയാണ്. അതിനുശേഷം ഡയറക്റ്റ് വേജസിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് വേജസ്, അതുപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസുകൾ, അതർ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞില്ലേ, അതിനെയാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കാണും, മാനുഫാക്ചറിങ് വേജസ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് കാണും, പിന്നെ എന്ത് കാണും? ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസുകൾ കാണും. ഇത് മൂന്നും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്താണ്? ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആയിരിക്കും കാണേണ്ടത്. ഇവിടെ എന്ത് ഇൻകം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്? നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ നടത്തിയതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ക്രാപ്പോ ബൈ പ്രോഡക്റ്റോ ഉണ്ടെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന എമൗണ്ട് നമുക്ക് എവിടെ എഴുതാം? ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് ഫിഗറിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ്, നമ്മൾ കണ്ടുപിടിക്കുന്ന എമൗണ്ട് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണിച്ചത്. ഇത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തരുന്നതല്ല. ഇത്രയും സാധനങ്ങൾ എഴുതി നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു, മാനുഫാക്ചറിങ് വേജസ്, അതുപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ്, ഇത്രയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഇനി ക്രെഡിറ്റിൽ റവന്യൂ ആണ് വരുന്നത്, അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ഗെയിൻസ് ആണ് വരുന്നത്. എന്ത് ഇൻകം ആണ് വരാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ബൈ പ്രോഡക്റ്റോ സ്ക്രാപ്പോ ഉണ്ടെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗറിനെ എന്തെന്നാണ് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് എവിടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം? നമ്മുടെ അടുത്ത ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് ക്രെഡിറ്റിൽ കിടക്കുന്ന എമൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് എങ്ങോട്ട് പോകും? ഡെബിറ്റിലേക്കാണ് പോകുന്നത്. മറന്നു പോകരുത്. ക്രെഡിറ്റിൽ കിടക്കുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് മാനുഫാക്ചറിങ് അക്കൗണ്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ ഇനി നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് നമ്മൾക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ്. മറന്നു പോകരുത്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ആയിട്ടാണ്. നമുക്കൊന്ന് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദ ട്രേഡ് റിസൾട്ട് ഓഫ് ദി ബിസിനസ്. എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ട്രേഡ് റിസൾട്ട് ആണ് എവിടെ മനസ്സിലാക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ മനസ്സിലാവുന്നത്. അതായത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ്സിനുണ്ടാവുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇതും ഒരു നോമിനൽ അക്കൗണ്ട് ആണ് അല്ലേ? ഇത് നോമിനൽ അക്കൗണ്ട് ആകുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെയും നമ്മൾ എക്സ്പെൻസുകളും ലോസും ഡെബിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻകവും ഗെയിൻസും
ക്രെഡിറ്റ് ചെയ്യുന്നു. നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. എക്സ്പെൻസുകൾ വരികയാണെങ്കിൽ, എക്സ്പെൻസോ ലോസോ വരികയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ഇൻകമോ ഗെയിൻസോ വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഓവർ എ ഗിവൺ പീരീഡ്. എന്താണ്? ഇവയെല്ലാം ഒരു പർട്ടിക്കുലർ പീരീഡിലായിരിക്കും നമ്മൾ, അതായത് ഇയർ എൻഡിലായിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞത്? നോമിനൽ അക്കൗണ്ട് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓവർ എ ഗിവൺ പീരീഡ്. നമ്മുടെ ബിസിനസിന്റെ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ ട്രേഡ് റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ബൈ ഡിഡക്റ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം സെയിൽസ്. എന്താണ്? നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, ഇല്ലേ? മാനുഫാക്ചറിങ് അക്കൗണ്ട് വരച്ച് അതിന്റെ ബാലൻസിന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞില്ലേ? അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് നമ്മുടെ ബിസിനസിന്റെ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വിറ്റ് കിട്ടിയ എമൗണ്ട് ഇല്ലേ, അതിനെ നമ്മൾ എന്തെന്ന് പറയും? സെയിൽസ് എന്ന് പറയും. അപ്പോൾ ആ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് നമ്മൾ പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ആണ് എങ്കിൽ എന്താണ്? സെയിൽസ് ആയിരിക്കും വലിയ എമൗണ്ട്, കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്രോസ് പ്രോഫിറ്റ്. കോസ്റ്റ് കുറവും സെയിൽസ് കൂടുതലും. അതായത് എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതായത് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കുറച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 1,00,000 രൂപ ചിലവായി. ഓക്കെ, ചെറിയൊരു എമൗണ്ട് ആണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. 1,00,000 രൂപയാണ് എൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ദെൻ ആ പ്രോഡക്റ്റ് എനിക്ക് വിറ്റ സമയത്ത് എനിക്കൊരു 2 lakh rupees കിട്ടി. ഓക്കെ, അപ്പോൾ എൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 lakh എനിക്ക് ഇവിടുന്ന് ലാഭം കിട്ടിയതാണ്, ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. ഇനി ഗ്രോസ് ലോസ് ആണ് വരുന്നതെങ്കിൽ എന്താണ്? എനിക്ക് ഒരു 3,00,000 രൂപ ചിലവായ സാധനം, അതായത് എൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,00,000 ആണ്, എനിക്കത് വിറ്റപ്പോൾ ഒരു 2,00,000 രൂപയെ കിട്ടിയുള്ളൂ. അപ്പോൾ സെയിൽസ് എമൗണ്ട് കുറവും കോസ്റ്റ് എമൗണ്ട് കൂടുതലുമാണ്, അല്ലേ? കോസ്റ്റിനേക്കാൾ കുറവാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ റവന്യൂ എങ്കിൽ ഈ 1,00,000 നമ്മൾ എന്തെന്ന് പറയും? ലോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് പ്രോഫിറ്റ് ആയി. കാരണം എന്താ? സെയിൽസ് എമൗണ്ട് ആയിരുന്നു വലുത്, കോസ്റ്റ് ചെറുതായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത്, അതായത് കോസ്റ്റ് കൂടുതലും സെയിൽസ് കുറവുമാണ് നടക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് എന്താണ് വരുന്നത്? ഗ്രോസ് ലോസ് ആണ് വരുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിന്റെയും ഗ്രോസ് ലോസിന്റെയും ഇക്വേഷൻ ഒന്ന് പഠിച്ചിരിക്കുക. എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ഇക്വേഷൻ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇനി ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതുക. കാരണം കോസ്റ്റ് ആണ് ഇവിടെ വലിയ എമൗണ്ട്, കോസ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? സെയിൽസ് കുറയ്ക്കുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡ് റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ്. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യണം, ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് എന്ത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു? ആ ഒരു ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് സെയിൽസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുന്നത്. സെയിൽസ് എമൗണ്ട് വലുതും കോസ്റ്റ് എമൗണ്ട് ചെറുതുമാണെങ്കിൽ അതിനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ആ ഒരു ഡിഫറൻസിനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വലിയ എമൗണ്ടും സെയിൽസ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടും ആണെങ്കിൽ ആ ഡിഫറൻസിനെ നമുക്ക് ഗ്രോസ് ലോസ് എന്ന് പറയാം. ദെൻ പറയാണ്, എ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ഡെബിറ്റിംഗ് ദ അക്കൗണ്ട് വിത്ത് കോസ്റ്റ് ഓഫ് പർച്ചേസ്. എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് പർച്ചേസ് ആൻഡ് എക്സ്പെൻസസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് സച്ച് പർച്ചേസ്. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് ആണ്. അതായത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വിറ്റ് നമുക്ക് കിട്ടിയ സെയിൽസ്, നമ്മുടെ ബിസിനസിൻ്റെയൊക്കെ മെയിൻ റവന്യൂ ആയിട്ട് നമ്മൾ പറയുന്ന സെയിൽസ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് നമ്മൾ പറയും. അതും ആ ഒരു പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ദെൻ ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വിറ്റ് നമുക്ക് കിട്ടിയ സെയിൽസ്, നമ്മുടെ മേജർ റവന്യൂ ആയിട്ട് നമ്മൾ പറയുന്ന സെയിൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അറ്റ് ദി ബിഗിനിങ് ഈസ് ഡെബിറ്റഡ്. അതായത് അറ്റ് ദി ബിഗിനിങ്ങിലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് നമ്മൾ പറയുന്നത്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അറ്റ് ദി ബിഗിനിങ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേര് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യണം,
കോസ്റ്റ് ഓഫ് പർച്ചേസും അത് റിലേറ്റഡുമായിട്ട് വരുന്ന എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ലിസ്റ്റുകളൊക്കെ പഠിച്ചില്ലേ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ, ആ ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം തന്നെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അറ്റ് ദി എൻഡ്, ഇതിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. മറന്നു പോകരുത്, ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഡെബിറ്റ് ആയിരുന്നു ചെയ്തത്, ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിനെയും ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റിൽ വരുന്ന ഐറ്റം ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസ് വരും, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എല്ലാം തന്നെ വരും. അപ്പോൾ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ആണല്ലോ. നമുക്കിത് ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡും ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെ വരും? ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസ് വരും, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകൾ എല്ലാം തന്നെ വരും. ഈ 3 ഐറ്റം ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, നമ്മളത് പഠിച്ചതാണ്. അതുപോലെ തന്നെ അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഇതെല്ലാം എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇനി ക്രെഡിറ്റിൽ വരുന്ന എന്താണ്? നമ്മൾ 2 ഐറ്റമാണ് പറഞ്ഞത്, സെയിൽസും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും ആണ് ഇവിടെ വരുന്നത്, ക്രെഡിറ്റിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഡെബിറ്റിൽ എന്തൊക്കെ വരുമെന്ന് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ക്രെഡിറ്റിലാവുമ്പോൾ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ആണ് വരുന്നത്. ദെൻ ഇവിടുന്ന് നമുക്ക് സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സെയിൽസ് എഴുതിയില്ലായിരുന്നോ? ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എഴുതി. ആ സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് പർച്ചേസും. പർച്ചേസ് എഴുതുമ്പോഴും ടോട്ടൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ സെയിൽസ് ആയിട്ടുള്ള ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുക. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഡെബിറ്റ് എന്തൊക്കെയായിരുന്നു ചെയ്തത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്തതാണ്, നെറ്റ് പർച്ചേസ് ഡെബിറ്റ് ചെയ്തതാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ 3 ഐറ്റം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇനി നമ്മൾ ക്രെഡിറ്റ് ചെയ്ത ഒരു ഐറ്റം ഉണ്ടല്ലോ, എന്തായിരുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതിനെ നമുക്ക് ലെസ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയാം. അപ്പോൾ ഡെബിറ്റ് ചെയ്ത 3 ഐറ്റംസ് ആഡ് ചെയ്യുക. ക്രെഡിറ്റിൽ 2 ഐറ്റം ഉണ്ട്, സെയിൽസും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതിൽ സെയിൽസിനെ അവിടെ വിട്ടേക്കുക. ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് മൈനസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡെബിറ്റ് ചെയ്ത 3 ഐറ്റത്തിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. അതായത് നമ്മളിവിടെ വിട്ടുപോയ ഒരു ഐറ്റം ഇല്ലേ, ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമല്ലായിരുന്നല്ലോ, നമ്മുടെ നെറ്റ് സെയിൽസ് ഉണ്ട് അല്ലേ. നെറ്റ് സെയിൽസിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. എന്താണ്? നെറ്റ് സെയിൽസിൽ നിന്ന്, നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്ന എമൗണ്ട് ആണ് നെറ്റ് സെയിൽസ്. ആ നെറ്റ് സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണ്, അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്, അതായത് ഈ ഇക്വേഷൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയാണ് അല്ലേ, ഓരോ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ നെറ്റ് സെയിൽസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ ഗ്രോസ് പ്രോഫിറ്റ് ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. എന്താണ്? അതായത് ഈ ഒരു ഇക്വേഷനെ തിരിച്ച് നെറ്റ് സെയിൽസിന് ഇപ്പുറത്ത് വരുമ്പോഴത്തേന് ഇവിടെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സാധനം അപ്പുറത്ത് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ അത് റിലേറ്റഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുമ്പോൾ ആ പോസിറ്റീവും നെഗറ്റീവും മാറുന്ന ഒരു സംഭവം നമ്മൾ നേരത്തെ അറിയാവുന്നതല്ലേ, അതുമായിട്ട് ബന്ധപ്പെടുത്തി അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കുക, അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻസ് ആണ് ബാക്കിയുള്ളത്, അത് നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നെറ്റ് സെയിൽസ് വേറെ ഒരു രീതിയിലും കൂടെ പറയാം. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ആഡ് ചെയ്തത്, ഗ്രോസ് ലോസ് ആണ് ആ ബിസിനസ്സിന് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് ലെസ് ചെയ്താൽ മതി. എപ്പോഴും ഗ്രോസ് പ്രോഫിറ്റ് തന്നെ വരണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഗ്രോസ് ലോസ് വരാം. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നെറ്റ് സെയിൽസ് കാണാൻ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് ഗ്രോസ് ലോസ് എന്ത് ചെയ്യുക? മൈനസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്ത സമയത്ത് ലോസ് നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ആണ് ചെയ്യേണ്ടത്.
ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്